ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തേത് ഒരു മലയാളം മൂവിയാണ് സംഘർഷഘടന. വിഷ്ണു അഗസ്ത്യ, ശ്രീനാഥ് ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൃഷാന്ത് RK സംവിധാനം ചെയ്തൊരു ക്രൈം ഡ്രാമ മൂവിയാണ് സംഘർഷഘടന. സൺനെക്സ്റ്റിലൂടെ നവംബർ 14 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു വെബ് സീരീസാണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. ഷാജു ശ്രീധർ, ജയൻ ചേർത്തല, ശ്രീജിത്ത് രവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൈജു SS സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി വെബ് സീരീസാണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. നവംബർ 14 മുതൽ C5 ഈ സീരീസ് റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ബ്ലാക്ക് ഫോൺ 2. ഒരു അമേരിക്കൻ അമാനുഷിക ഹൊറർ ചിത്രമാണ് ബ്ലാക്ക് ഫോൺ 2. ഡിജിറ്റൽ പർച്ചേസിലൂടെയോ അല്ലെങ്കിൽ റെന്റ് ഓപ്ഷനിലൂടെയോ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഈ മൂവി അവൈലബിൾ ആണ്. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ബാംബി ദ റെക്കണിംഗ്. ഒരു ബ്രിട്ടീഷ് ഹൊറർ ചിത്രമാണ് ബാംബി ദ റെക്കണിംഗ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി ചിത്രമാണ് ഏക് ചതുർനാർ. ഉമേഷ് ശുക്ല സംവിധാനം ചെയ്തൊരു കോമഡി ത്രില്ലർ ചിത്രമാണ് ഏക് ചതുർനാർ. നെറ്റ്ഫ്ലിക്സിലൂടെ നവംബർ 7 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് മിത്രമണ്ഡലി. വിജയേന്ദർ S സംവിധാനം ചെയ്ത ഒരു തെലുങ്കു കോമഡി എന്റർടൈനർ ചിത്രമാണ് മിത്രമണ്ഡലി. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു മലയാളം മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഗൗതം മേനോൻ സംവിധാനം ചെയ്തൊരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ആമസോൺ പ്രൈം വീഡിയോസാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയ റൂമർ പ്രകാരം നവംബർ മാസമായിരിക്കും ഇതിന്റെ OTT റിലീസ്. അടുത്തതൊരു മലയാളം മൂവിയാണ് വള. ധ്യാൻ ശ്രീനിവാസൻ, ലുക്മാൻ, വിജയരാഘവൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഹർഷാദ് രചനയും മൊഹേഷിൻ സംവിധാനവും ചെയ്ത ഒരു കോമഡി മൂവിയാണ് വള. സൈൻ അപ്ലൈ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. അടുത്ത റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി കരം. നോബിൾ ബാബു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി വിശാഖ് സുബ്രഹ്മണ്യം, വിനീത് ശ്രീനിവാസൻ എന്നിവ നിർമ്മിച്ച് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കരം. മനോരമാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 7 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ് പ്രിമിറ്റീവ് വാർ. ഒരു ഓസ്ട്രേലിയൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഹൊറർ ചിത്രമാണ് പ്രിമിറ്റീവ് വാർ. ലാൻഡ്സ്കേപ്പ് പ്ലേയിലൂടെ നവംബർ 28 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ലഭ്യമാകും. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് തമ്മ. ആദിത്യ സർത്താർ സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് കോമഡി ഹൊറർ മൂവിയാണ് തമ്മ. മാഡോക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ 5ാം ചിത്രമാണ് തമ്മ. ആയുഷ്മാൻ ഖുറാന, രശ്മിക മന്ദാന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഡിസംബർ 16 മുതൽ റെന്റ് ഓപ്ഷനിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് പാതിരാത്രി. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി രത്തീന രചന സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് പാതിരാത്രി. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ മനോരമാക്സ് സ്വന്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ മൂവി നവംബർ മാസം പകുതിയോടെ OTTയിൽ റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മൂവി ബാന്ദ്ര. ഉദയകൃഷ്ണ രചനയിൽ അരുൺ ഗോപി സംവിധാനം ചെയ്ത് ദിലീപ്, തമന്ന ഭാട്ടിയ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ബാന്ദ്ര. 2023 റിലീസായ ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. നവംബർ മാസം ആദ്യവാരം OTTയിൽ റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. അടുത്ത മൂവി തലവര. അർജുൻ അശോകൻ, രേവതി ശർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഖിൽ അനിൽകുമാർ രചനയും സംവിധാനം നിർവഹിച്ചൊരു സിനിമയാണ് തലവര. ആമസോൺ പ്രൈമിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാളം സീരീസാണ് കപ്ലിംഗ്. സർജാനോ ഖാലിദ്, ശ്രീനാഥ് ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ പ്രമോദ് മോഹൻ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് വെബ് സീരീസാണ് കപ്ലിംഗ്. മനോരമാക്സിലൂടെ നവംബർ 14 മുതൽ ഈ സീരീസ് റിലീസ് ചെയ്യും. ഇതൊരു തമിഴ് മൂവിയാണ് ബൈസൺ കാലമാട്. ധ്രുവ് വിക്രം പശുപതി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മാരി ശെൽവരാജ് രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ചിത്രമാണ് ബൈസൺ കാലമാട്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നവംബർ 14 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തമിഴ് മൂവിയാണ് ഡ്യൂട്ട്. ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ഡ്യൂട്ട്. കീർത്തീശ്വരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിന്റെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നവംബർ 14 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാളം മൂവി ബാൾട്ടി. ഷെയ്ം നിഗത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിത്രം നവംബർ മാസം റിലീസിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാളം മൂവി ദി പെറ്റ് ഡിറ്റക്റ്റീവ്. ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രണീഷ് വിജയൻ രചനയും സംവിധാനം നിർവഹിച്ചൊരു കോമഡി മൂവിയാണ് ദി പെറ്റ് ഡിറ്റക്റ്റീവ്. നല്ല രീതിയിൽ കളക്ഷൻ നേടി മുന്നേറുന്ന സിനിമയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഡിസംബറോടെ OTTയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ഒരു തെലുങ്ക് വെബ് സീരീസ് ആണ് നെറ്റ്വർക്ക്. ശ്രീകാന്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി ചന്തു നദല്ല സംവിധാനം ചെയ്തൊരു ത്രില്ലർ വെബ് സീരീസ് ആണ് നെറ്റ്വർക്ക്. നവംബർ 7 മുതൽ ആഹ OTT പ്ലാറ്റ്ഫോം വഴി ഈ സീരീസ് റിലീസ് ചെയ്യും. അടുത്ത ഒരു കന്നഡ മൂവിയാണ് കമറോ 2. പ്രിയങ്ക ഉപേന്ദ്രയെ കേന്ദ്ര കഥാപാത്രമാക്കി A പരമേഷ് സംവിധാനം ചെയ്തൊരു ഹൊറർ ഫിലിമാണ് കമറോ 2. സൺനെക്സ്റ്റിലൂടെ നവംബർ 7 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവി
മൂവിയാണ് എ ക്വയറ്റ് പ്ലേസ് ഡേ 1. മൈക്കിൾ സർനോസ്കി സംവിധാനം ചെയ്തൊരു അമേരിക്കൻ ഹൊറർ ചിത്രമാണ് എ ക്വയറ്റ് പ്ലേസ് ഡേ 1. നവംബർ 14 മുതൽ ഈ മൂവി നെറ്റ്ഫ്ലിക്സിലൂടെ ലഭ്യമാകും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ചിരഞ്ജീവ. രാജ് തരുണിനെ കേന്ദ്ര കഥാപാത്രമാക്കി അഭിനയ് കൃഷ്ണ സംവിധാനം ചെയ്തൊരു ഫാന്റസി ആക്ഷൻ മൂവിയാണ് ചിരഞ്ജീവ. ആഹ OTT പ്ലാറ്റ്ഫോം വഴി നവംബർ 7 ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. ഇതൊരു ഹിന്ദി സീരീസാണ് മഹാറാണി സീസൺ 4. ഒരു ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡ്രാമ വെബ് സീരീസാണ് മഹാറാണി സീസൺ 4. പാൻ ഇന്ത്യൻ ഭാഷകളിൽ സോണി ലിവിലൂടെ നവംബർ 7 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു കന്നഡ മൂവിയാണ് എക്ക. യുവരാജ് കുമാർ, സഞ്ജന ആനന്ദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രോഹിത് പടക്കി സംവിധാനം ചെയ്തൊരു ആക്ഷൻ ഡ്രാമ ചിത്രമാണ് എക്ക. സൺനെക്സ്റ്റിലൂടെ നവംബർ 7 ഇത് OTTയിൽ റിലീസ് ചെയ്യും. ഇതൊരു ഹിന്ദി മൂവിയാണ് ബാരാമുള്ള. മാനവ് കോൾ, ഭാഷ അസംബ്ലി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആദിത്യ സുഹാസ് ജാംബലെ സംവിധാനം ചെയ്തൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ് ബാരാമുള്ള. നെറ്റ്ഫ്ലിക്സിലൂടെ നവംബർ 7 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ദ ഫാന്റാസ്റ്റിക് 4 ഫസ്റ്റ് സ്റ്റെപ്സ്. ഒരു അമേരിക്കൻ സൂപ്പർ ഹീറോ ചിത്രമാണ് ദ ഫാന്റാസ്റ്റിക് 4 ഫസ്റ്റ് സ്റ്റെപ്സ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഫ്രാങ്കൻസ്റ്റൈൻ. ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഹൊറർ മൂവിയാണ് ഫ്രാങ്കൻസ്റ്റൈൻ. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 7 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ് അർജുൻ ചക്രവർത്തി. വിജയരാമരാജുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി വിക്രാന്ത് രുദ്ര സംവിധാനം ചെയ്തൊരു സ്പോർട്സ് ഡ്രാമ ഫിലിമാണ് അർജുൻ ചക്രവർത്തി. ലാൻഡ്സ്കേപ്പ് പ്ലേയിലൂടെ നവംബർ 7 മുതൽ തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി ഭാഷകളിൽ ലഭ്യമാകും. അടുത്തതൊരു ഇംഗ്ലീഷ് സീരീസാണ് ദ ഹാക്ക്. ഒരു ട്രൂ ക്രൈം സീരീസാണ് ദ ഹാക്ക്. ലാൻഡ്സ്കേപ്പ് പ്ലേയിലൂടെ നവംബർ 7 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5. ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഹൊറർ ഡ്രാമ സീരീസാണ് സ്ട്രേഞ്ചർ തിങ്സ്. 3 പാർട്സ് ആയിട്ടാണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് വോളിയം നവംബർ 27 സെക്കൻഡ് വോളിയം ഡിസംബർ 26 ഫൈനൽ എപ്പിസോഡ് 2026 ജനുവരി 1 OTTയിൽ റിലീസ് ചെയ്യുന്നത്. നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതെല്ലാമെന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. അതോടൊപ്പം ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.